സോ അടുത്തതായിട്ട് നമുക്ക് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റുകളെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റുകളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? ഈ പറഞ്ഞ ജനറ്റിക് മോഡിഫിക്കേഷൻ വഴി. സോ നമുക്കറിയാം നെമറ്റോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് റൗണ്ട് വേംസുകളാണ്. ഒരുപാട് അനിമൽസിലും ഇൻസെക്റ്റുകൾ പല ഓർഗാനിസത്തിനെയും ഒരു പാരസൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ നെമറ്റോഡുകൾ. അതായത് ഒരു പാരസൈറ്റ് ഫോമിലുള്ള റൗണ്ട് വേംസുകളാണ് നെമറ്റോഡുകൾ. എഷാൽമിന്തസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അനിമൽ കിങ്ഡത്തിൽ. സോ ഈ നെമറ്റോഡിൽ ഒരു ടൈപ്പ് നെമറ്റോഡാണ് നമ്മൾ പറയുന്നത് മെലോഡിഗ്നി ഇൻകോഗ്നീഷ്യ. സോ മെലോഡിഗ്നി ഇൻകോഗ്നീഷ്യ എന്ന് പറഞ്ഞ ഒരു നെമറ്റോഡ്. ആ നെമറ്റോഡിൻ്റെ പ്രത്യേകത ദേ ഇൻഫെക്ട് ദ റൂട്ട്സ് ഓഫ് ടുബാക്കോ പ്ലാന്റ്സ്. ടുബാക്കോ പ്ലാന്റിൻ്റെ റൂട്ടുകളിൽ ഈ പറഞ്ഞ മെലോഡിഗ്നി ഇൻകോഗ്നീഷ്യ എന്ന് പറഞ്ഞ നെമറ്റോഡ് ഇൻഫെക്റ്റ് ചെയ്യുന്നു, ഒരു പാരസൈറ്റായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. ദാറ്റ് ഈസ് റിഡക്ഷൻ ഇൻ ഈൽഡ്. സോ ഈ ടുബാക്കോൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് കാരണമാകുന്നു ആര്? ഈ മെലോഡിഗ്നിയ ഇൻകോഗ്നീഷ്യ എന്ന് പറഞ്ഞ ഈ നെമറ്റോഡ്. സോ ചില ടൈപ്പ് മെലോഡിഗ്നിയ ഇൻകോഗ്നീഷ്യ എന്ന് പറഞ്ഞ നെമറ്റോഡ് ടുബാക്കോ പ്ലാന്റിൻ്റെ റൂട്ടിൽ വന്ന് ഇൻഫെക്റ്റ് ചെയ്ത് അവരുടെ റിഡക്ഷൻ, അവരുടെ ഈൽഡ് കുറയ്ക്കാൻ തുടങ്ങുന്നു. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ RNA ഇൻ്റർഫറൻസ്. സോ നമ്മൾ ഈ പറഞ്ഞ റിഡക്ഷൻ, ഈൽഡിൻ്റെ റിഡക്ഷൻ കുറയുന്നത് തടയാനായിട്ട് നമ്മുടെ കയ്യിലൊരു മാർഗമാണ് RNA ഇൻ്റർഫറൻസ് അഥവാ RNAi. സോ ഈ ഇൻഫെസ്റ്റേഷൻ, ഈ ടൈപ്പ് ഇൻഫെക്ഷൻ, റിഡക്ഷൻ ഇൻ ഈൽഡ്, സോ ടുബാക്കോൻ്റെ ഈൽഡിൻ്റെ ഇത് റെഡ്യൂസ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് RNA ഇൻ്റർഫറൻസ് അഥവാ RNAi. സോ RNA ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് ഒരു സെല്ലുലാർ ഡിഫൻസ് മെക്കാനിസമാണ്. എല്ലാ യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിലും കാണുന്ന ഒരു സെല്ലുലാർ ഡിഫൻസ് മെക്കാനിസമാണ്. അത് അതിനെ തന്നെ പ്രതിരോധിക്കാനായിട്ട് ഒരു ഫോറിൻ ഓർഗാനിസം ബോഡിയിൽ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ പ്രൊപ്പഗേഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതിൻ്റെ പ്രോട്ടീൻ പ്രോഡക്റ്റ് ഉണ്ടാകുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഈ RNA ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞത്. സോ എല്ലാ യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിലും കാണുന്ന ഒരു സെല്ലുലാർ ഡിഫൻസ് മെക്കാനിസമാണ് നമ്മൾ പറഞ്ഞ ഈ RNA ഇൻ്റർഫറൻസ് അഥവാ RNAi. സോ ഈ RNA ഇൻ്റർഫറൻസ് വഴി ഈ ടുബാക്കോ പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള ഈ മെലോഡിഗ്നി ഇൻകോഗ്നീഷ്യയുടെ ആ നെമറ്റോഡിൻ്റെ ഇത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. സോ ഈൽഡ് പ്രൊഡക്ഷൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ റിഡക്ഷൻ നമുക്ക് ഉള്ളത് മാറ്റി ഈൽഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ഈ RNA ഇൻ്റർഫറൻസ് വഴി. സോ എന്താണ് RNA ഇൻ്റർഫറൻസ് എന്ന്? നമ്മൾ പറഞ്ഞു യുക്കാരിയോട്ടിക് ഓർഗാനിസത്തിൽ കാണുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. സോ നമ്മൾ റെപ്ലിക്കേഷൻ കഴിഞ്ഞ് ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കുമ്പോൾ പഠിച്ചതാണ്. സോ ആ ഡബിൾ സ്റ്റാൻഡ് DNA ഒരു സ്റ്റാൻഡിൽ നിന്ന് മാത്രമേ RNA പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആ RNA മാത്രമേ പ്രോട്ടീനായിട്ട് മാറുള്ളൂ. സോ മറ്റേ സ്റ്റാൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള RNA പ്രൊഡ്യൂസ് ചെയ്യില്ല. രണ്ട് സ്റ്റാൻഡും RNA പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് മാറും എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയ ആ പ്രോട്ടീൻ പ്രൊഡക്ഷൻ ഭയങ്കര കോംപ്ലക്സ് ആവും. സോ നമ്മളിവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് RNAനെയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് RNA ഇൻ്റർഫറൻസ് വഴി. സോ സൈലൻസിങ് ഓഫ് ദ സ്പെസിഫിക് mRNAനെ സൈലൻസ് ചെയ്യുകയാണ് ഡ്യൂ ടു കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA. രണ്ട് RNA സ്ട്രാൻഡുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്ന് സെൻസ് RNA, രണ്ടാമത്തത് ആൻറ്റി സെൻസ് RNA. രണ്ട് RNA സ്ട്രാൻഡുകൾ അത് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് RNA കാരണം നമ്മുടെ mRNA സൈലൻസ്ഡ് ആവുന്നു. ബിക്കോസ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA വന്ന് നമ്മുടെ mRNAയിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അതിനപ്പുറത്തേക്ക് ആ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റോപ്പ് ആവുന്നു. സോ mRNA എന്തായി വന്നു? സൈലൻസ്ഡ് ആണ്. mRNAക്ക് പിന്നീട് ട്രാൻസ്ലേഷൻ അഥവാ പ്രോട്ടീൻ സിന്തസിസ് നടത്താൻ സാധിക്കുന്നില്ല. സോ mRNAനെ സൈലൻസ് ചെയ്യണത് എന്തുകൊണ്ടാണ്? ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA, കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് RNA വന്ന് ഈ mRNAയിൽ പോയി ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് mRNA സൈലൻസ്ഡ് ആവുന്നു ആൻഡ് പ്രിവെൻറ്റ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ mRNA. അതാണ് നമ്മൾ പറഞ്ഞ mRNA സൈലൻസിങ്.
സോ ഈ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് RNA എന്ന് പറയുന്നത് സെൻസ് RNA ആൻഡ് ആൻറ്റി സെൻസ് RNA. ഈ കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA mRNAയിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ നടക്കാതിരിക്കുകയും അതുവഴി mRNA സൈലൻസ്ഡ് ആവുകയും ചെയ്യുന്നു. ഇതാണ് RNA ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ RNA ഇൻ്റർഫെയർ ചെയ്ത് ആ mRNAയുടെ പ്രോട്ടീൻ സിന്തസിസ് നടത്താൻ പറ്റാതെ വരുന്നു. സോ സോഴ്സ് ഓഫ് ദ കോംപ്ലിമെൻ്ററി RNA, ഈ RNAയുടെ കോംപ്ലിമെൻ്ററി സോഴ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാവാം. ഒന്നുകിൽ ഇൻഫെക്ഷൻ ബൈ വൈറസ് ഹാവിങ് RNA ജീനോം, RNA ജീനോമായിട്ടുള്ള ഏതെങ്കിലും വൈറസിൻ്റെ ഇൻഫെക്ഷൻ മൂലം കോംപ്ലിമെൻ്ററി RNA പ്രൊഡ്യൂസ് ചെയ്യാം. രണ്ടാമത്തെ ചാൻസ് മൊബൈൽ ജനറ്റിക് എലമെൻറ്റ്സ് അഥവാ നമ്മൾ പഠിച്ചതാണ് ട്രാൻസ്പോസോൺ, വെക്ടറുകളായിട്ട് ആക്ട് ചെയ്യുന്നു. ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യുന്ന, മൂവ് ചെയ്യുന്ന ആ ടൈപ്പ് ജനറ്റിക് എലമെൻസുകളാണ് ട്രാൻസ്പോസോൺ. സോ മൊബൈൽ ജനറ്റിക് എലമെൻറ്റ്സ് അഥവാ ട്രാൻസ്പോസോൺസ് വഴിയും ഇതുപോലെ കോംപ്ലിമെൻ്ററി RNAനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. സോ സോഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ മൊബൈൽ ജനറ്റിക് എലമെൻറ്റ്സ് അഥവാ ട്രാൻസ്പോസോൺ ദാറ്റ് റെപ്ലിക്കേറ്റ് വയ RNA ഇൻ്റർമീഡിയറ്റ്, RNA ഇൻ്റർമീഡിയറ്റ് വഴി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ട്രാൻസ്പോസോൺസ്, അല്ലെങ്കിൽ RNA ജീനോമുള്ള ഏതെങ്കിലും വൈറസുകളുടെ ഇൻഫെക്ഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഈ പറഞ്ഞ സോഴ്സ് ഓഫ് കോംപ്ലിമെൻ്ററി RNA. നമ്മൾ പറഞ്ഞു കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA അത് വന്ന് mRNAയിൽ പോയി ബൈൻഡ് ചെയ്ത് mRNAയുടെ ട്രാൻസ്ലേഷൻ നടക്കാതെ mRNA സൈലൻസ്ഡ് ആവുന്നു. ദാറ്റ് ഈസ് RNA ഇൻ്റർഫെറൻസ്. RNA അവിടെ ഇൻ്റർഫെയർ ചെയ്ത് അതിൻ്റെ പ്രോട്ടീൻ സിന്തസിസിനെ സ്റ്റോപ്പ് ചെയ്തു. സോ അതിനുള്ള കോംപ്ലിമെൻ്ററി RNA ആയിട്ട് വരുന്ന സോഴ്സ് എവിടെ നിന്നാണ് ഈ കോംപ്ലിമെൻ്ററി RNA കിട്ടുന്നത് എന്ന് വെച്ചാൽ ഒന്നുകിൽ RNA ജീനോം ഉള്ള വൈറസ്, സോ വൈറസസ് ഹാവിങ് RNA ജീനോം ആയിട്ടുള്ള വൈറസുകളുടെ ഇൻഫെക്ഷൻ മൂലമോ, അല്ലെങ്കിൽ മൊബൈൽ ജനറ്റിക് എലമെൻറ്റ്സ് അഥവാ ട്രാൻസ്പോസോൺ എങ്ങനത്തെയുള്ളതാണ് ദാറ്റ് റെപ്ലിക്കേറ്റ് വയ RNA ഇൻ്റർമീഡിയറ്റ്, RNA ഇൻ്റർമീഡിയറ്റിലൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ട്രാൻസ്പോസോൺസോ, ഇതിൽ ഏതെങ്കിലും ഒന്നുമായിരിക്കും എന്ത് കോംപ്ലിമെൻ്ററി RNA ആയിട്ട് ഉള്ള സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന ഈ കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA mRNAയിൽ പോയി ബൈൻഡ് ചെയ്ത് ആ പെർട്ടിക്കുലർ mRNA ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. സോ നമ്മുടെ മെലോഡിഗ്ന ഇൻകോഗ്നീഷ്യ എന്ന് പറഞ്ഞ ആ നെമറ്റോഡിനെ നമ്മൾ അഗ്രോബാക്ടീരിയം വെക്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി, സോ നമുക്കറിയാം അഗ്രോബാക്ടീരിയം ട്യൂബിഫിഷ്യസിനെ നമ്മളൊരു വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നു. സോ അഗ്രോബാക്ടീരിയം വെക്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഈ നെമറ്റോഡ് സ്പെസിഫിക് ജീൻ, ഏതാ നെമറ്റോഡ് നമ്മൾ പറഞ്ഞത് മെലോഡിഗ്ന ഇൻകോഗ്നീഷ്യ. സോ ആ നെമറ്റോഡിൻ്റെ സ്പെസിഫിക് ജീനുകളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഹോസ്റ്റ് പ്ലാന്റിൽ. ഏതാണ് ഇവിടെ ഹോസ്റ്റ് പ്ലാന്റ്? ടുബാക്കോ പ്ലാന്റ്സിൻ്റെ റൂട്ടിലാണ് ഈ നെമറ്റോഡ് ഇൻഫെക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഈൽഡ് റെഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഹോസ്റ്റ് പ്ലാന്റിലെ നെമറ്റോഡ് സ്പെസിഫിക് ജീനുകളെ അഗ്രോബാക്ടീരിയം വെക്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ എന്ത് സംഭവിക്കുന്നു? നമ്മൾ കൊടുക്കുന്ന ഈ DNA നെമറ്റോഡ് സ്പെസിഫിക് ജീൻ എന്ന് പറഞ്ഞില്ലേ, സോ ഇൻട്രൊഡ്യൂസ്ഡ് DNA, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ DNA രണ്ട് തരത്തിലുള്ള RNA പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനത്തെ തരത്തിലാണ് നമ്മൾ കൊടുക്കുന്ന ആ DNA. സോ ഇൻട്രൊഡ്യൂസ്ഡ് DNA പ്രൊഡ്യൂസ് 2 types of RNA, സെൻസ് RNA ആൻഡ് ആൻറ്റി സെൻസ് RNA. സോ ഇൻട്രൊഡ്യൂസ് ചെയ്ത DNA രണ്ട് തരത്തിലുള്ള RNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്ന് സെൻസ് RNA, രണ്ട് ആൻറ്റി സെൻസ് RNA. ഈ ഹോസ്റ്റ് സെല്ലിൽ, ഈ ടുബാക്കോ പ്ലാന്റ് അല്ലെങ്കിൽ ഹോസ്റ്റ് സെല്ലിൽ രണ്ട് ടൈപ്പ് RNAനെ ഈ നമ്മൾ കൊടുക്കുന്ന ആ DNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇൻട്രൊഡ്യൂസ്ഡ് DNA പ്രൊഡ്യൂസ് സെൻസ് RNA ആൻഡ് ആൻറ്റി സെൻസ് RNA ഇൻ ഹോസ്റ്റ് സെൽ.
അപ്പോൾ അതെന്തായി, ഈ സെൻസ് ആർ എൻ എയും ആൻറ്റി സെൻസ് ആർ എൻ എയും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ. സെൻസ് ആർ എൻ എ ആൻഡ് ആൻറ്റി സെൻസ് ആർ എൻ എ അവർ തമ്മിൽ കോംപ്ലിമെൻ്ററി ആണ്. സോ അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ആയിട്ട് മാറുന്നു, കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ. ഈ കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് നമ്മുടെ എം ആർ എൻ എയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു, ഇനീഷ്യേറ്റ് ആർ എൻ എ ഇൻറ്റർഫറൻസ്. എം ആർ എൻ എയുമായിട്ട് ബൈൻഡ് ചെയ്ത് എം ആർ എൻ എയുടെ ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്ത് ആർ എൻ എ ഇൻറ്റർഫറൻസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നു. അതുവഴി സൈലൻസ് ഓഫ് സ്പെസിഫിക് എം ആർ എൻ എ ഓഫ് ദ നെമറ്റോഡ്. ഈ നെമറ്റോഡിന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്ന ആ ജീനിൻ്റെ എം ആർ എൻ എനെ സൈലൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതായത് എം ആർ എൻ എന്റെ അപ്പുറത്തേക്ക് ഇനി എം ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോട്ടീനാണ്. പക്ഷെ ആ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ നെമറ്റോഡിൻ്റെ ആ എം ആർ എൻ എക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എം ആർ എൻ എയിൽ വന്നിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത ഡി എൻ എ 2 ടൈപ്പ് ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്ത് സെൻസ് ആർ എൻ എയും ആൻറ്റി സെൻസ് ആർ എൻ എയും പ്രൊഡ്യൂസ് ചെയ്ത് അവർ കോംപ്ലിമെൻ്ററി ആയി ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ആയിട്ട് ഫോം ചെയ്തു. അവിടെ ആർ എൻ എ ഇൻ്റർഫറൻസ് നടന്നു, ഇനീഷ്യേറ്റ് ചെയ്തു. ആർ എൻ എ ഇൻ്റർഫറൻസ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആർ എൻ ആ ഈ പറഞ്ഞ ഡി എൻ എയുടെ എം ആർ എൻ എ എന്തായി മാറി, സൈലൻസ് ചെയ്തു. ബിക്കോസ് എം ആർ എൻ എക്ക് ഇനി ഒരു പ്രോട്ടീനായിട്ട് മാറാൻ പറ്റില്ല, ട്രാൻസ്ലേഷൻ അവിടെ സ്റ്റോപ്പായി. സോ സൈലൻസിങ് ഓഫ് സ്പെസിഫിക് എം ആർ എൻ എ, ഇതിൻ്റെ എം ആർ എൻ എ ഓഫ് ദ നെമറ്റോഡ് ജീൻ. നെമറ്റോഡ് സ്പെസിഫിക് ജീനുകളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ എന്നിട്ടും ആ നെമറ്റോഡ് സ്പെസിഫിക് ജീനുകൾക്കുള്ള ആ ഒരു എം ആർ എൻ എ എന്നൊരു പ്രോട്ടീനായിട്ട് മാറാൻ സാധിക്കില്ല. കാരണം അവിടുത്തെ എം ആർ എൻ എ എന്തായി, സൈലൻസ്ഡ് ആയി, ബിക്കോസ് ഓഫ് ആർ എൻ എ ഇൻ്റർഫറൻസ്. അതെന്തുകൊണ്ടാണ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. എന്തുകൊണ്ടാണ് ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്ത്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡി എൻ എ 2 ടൈപ്പ് ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്തു. സെൻസ് ആർ എൻ എയും ആൻറ്റി സെൻസ് ആർ എൻ എയും ഹോസ്റ്റ് സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ആയിട്ട് മാറി. ആർ എൻ എ ഇൻ്റർഫറൻസ് ഇനീഷ്യേറ്റ് ചെയ്തു. അതായത് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ എം ആർ എൻ എയിൽ പോയി ബൈൻഡ് ചെയ്ത് ആർ എൻ എ ഇൻ്റർഫറൻസ് തുടങ്ങി. അവിടെ സ്പെസിഫിക് എം ആർ എൻ എ സൈലൻസ്ഡ് ആയി, സ്റ്റോപ്പായി, ട്രാൻസ്ലേഷൻ നടക്കാതെ വന്നു. ആ സ്പെസിഫിക് എം ആർ എൻ എ നമ്മൾ കൊടുത്ത നെമറ്റോഡ് സ്പെസിഫിക് ജീനിൻ്റെ എം ആർ എൻ എ ആയിരുന്നു. സോ നെമറ്റോഡ് ഉദ്ദേശിച്ച ആ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഹോസ്റ്റ് സെല്ലിൽ. നമ്മൾ ആ എം ആർ എൻ എനെ സൈലൻസ് ചെയ്തു with the help of RNA interference, that is with the help of double stranded RNA. അത് ഈ ഡി എൻ എ പ്രൊഡ്യൂസ് ചെയ്ത 2 RNA വഴിയാണ് ഉണ്ടായത്. അതുമൂലം എന്ത് സംഭവിക്കുന്നു, therefore parasite could not survive in the transgenic host. അതുകൊണ്ട് ഈ നെമറ്റോഡ് എന്ന് പറഞ്ഞ പാരസൈറ്റിന് ടുബാക്കോ, അതാണ് ഹോസ്റ്റ്, ടുബാക്കോ പ്ലാന്റിൽ എന്ത് സംഭവിച്ചില്ല, അതിന് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. സോ നെമറ്റോഡ് സ്പെസിഫിക് ജീനുകളെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ബട്ട് അതിൻ്റെ എം ആർ എൻ എക്ക് പ്രോട്ടീൻ ആവാൻ പറ്റാണ്ട് എം ആർ എൻ എൻ്റെ അവിടെ സ്റ്റോപ്പായി, സൈലൻസ് ചെയ്തു. ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആർ എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്ത് എം ആർ എൻ എ സൈലൻസായി. അവിടെ നടന്ന പ്രോസസ്സാണ് ആർ എൻ എ ഇൻ്റർഫറൻസ്. എം ആർ എൻ എയിൽ വന്ന് ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ വന്ന് ബൈൻഡ് ചെയ്തു, ആർ എൻ എ ഇൻ്റർഫെയർ ചെയ്തു പ്രോട്ടീൻ സിന്തസിസിനെ. സോ അത് കാരണം ആ നെമറ്റോഡിന് എന്തായി, ഹോസ്റ്റ് സെല്ലിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ട്രാൻസ്ജെനിക് എന്ന് പറയുന്നത്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തതാണ് ആ നെമറ്റോഡ് സ്പെസിഫിക് ജീൻ. സോ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസ്ജെനിക്, അത് കൺവേർട്ടഡ് ആയി. സോ ട്രാൻസ്ജെനിക് ഹോസ്റ്റിൽ ഈ നെമറ്റോഡിന് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. ഹോസ്റ്റ് എക്സ്പ്രസിങ് സ്പെസിഫിക് ഇൻ്റർഫിയറിക് ആർ എൻ എ, അതിൻ്റെ ആർ എൻ എയിൽ എന്താ സംഭവിച്ചത്, അതിൻ്റെ ആർ എൻ എ ഇൻ്റർഫിയർ ചെയ്തു. എങ്ങനെ ഇൻ്റർഫിയർ ചെയ്ത്, ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ വന്ന് എം ആർ എൻ എയിൽ ബൈൻഡ് ചെയ്തപ്പോൾ ആ ആർ എൻ എ ഇൻ്റർഫിയർ ആയി. സോ ആർ എൻ എക്ക് ബ്ലോക്ക് വന്നു. സോ ആർ എൻ എ ആണ് ഈ എം ആർ എൻ എനെ ബ്ലോക്ക് ചെയ്ത് സൈലൻസ് ചെയ്ത് പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്തത്. സോ അതുകൊണ്ട് ഈ നെമറ്റോഡിന് ഉദ്ദേശിച്ച തരത്തിലുള്ള ആ ഒരു ഇൻഫെക്ഷൻ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാനായിട്ടോ ഒന്നും പറ്റുന്നില്ല ഈ ഹോസ്റ്റ് പ്ലാന്റിൽ. സോ ട്രാൻസ്ജെനിക് പ്ലാന്റ് ഇറ്റ് സെൽഫ് പ്രൊട്ടക്റ്റഡ്. സോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഡി എൻ എ അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ജെനിക് എന്ന് പേര് പറയുന്നത്. ആ ട്രാൻസ്ജെനിക് പ്ലാന്റ് നമ്മുടെ ടുബാക്കോ പ്ലാന്റ്, റൂട്ട് ഓഫ് ടുബാക്കോ പ്ലാന്റിൽ ഇറ്റ് സെൽഫ് പ്രൊട്ടക്റ്റഡ് ഫ്രം ദ പാരസൈറ്റ്. അങ്ങനെ ഈ പ്ലാന്റ് ട്രാൻസ്ജെനിക് ആയതുകൊണ്ട് ആ പ്ലാന്റ് ഈ പറഞ്ഞ നെമറ്റോഡിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവും. അങ്ങനെ തന്നെ പ്രൊട്ടക്റ്റഡ് ആണ്, ബിക്കോസ് നെമറ്റോഡ് സ്പെസിഫിക് ജീനിയാണ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
അങ്ങനെ ഹോസ്റ്റ് പ്ലാനിൽ നെമറ്റോഡ് സ്പെസിഫിക് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ DNA 2 RNA പ്രൊഡ്യൂസ് ചെയ്ത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയി. അവിടെ RNA ഇൻ്റർഫറൻസ് നടന്ന് ബിക്കോസ് ആ ഡബിൾ സ്റ്റാൻഡേർഡ് RNA mRNAയിൽ വന്ന് ബൈൻഡ് ചെയ്ത് സ്പെസിഫിക് mRNA ആ നെമറ്റോഡിൻ്റെ സ്പെസിഫിക് mRNA സൈലൻസായി സ്റ്റോപ്പായി. അതുമൂലം ആ പാരസൈറ്റിന് ഹോസ്റ്റ് സെല്ലിൽ ട്രാൻസ്ജനിക് ആയിട്ടുള്ള ഹോസ്റ്റിൽ സർവൈവ് ചെയ്യാൻ സാധിച്ചില്ല. ആ ഹോസ്റ്റിൽ ഇപ്പം എന്താണ് ഉണ്ടായത്? ഹോസ്റ്റ് എക്സ്പ്രസിങ് സ്പെസിഫിക് ഇൻ്റർഫിയറിങ് RNA ഇൻ്റർഫിയർ RNAയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തി, RNA mRNAയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി. അങ്ങനത്തെ ഒരു സ്പെസിഫിക് ഇൻ്റർഫിയറിങ് RNAനെയാണ് ഹോസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുമൂലം എന്ത് സംഭവിക്കുന്നു? ആ ട്രാൻസ്ജനിക് പ്ലാന്റ് ഇൻഫെക്ഷൻ ബാധിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലാന്റ് എന്തായി? ട്രാൻസ്ജനിക് പ്ലാന്റ് അങ്ങനെ തന്നെ പ്രൊട്ടക്റ്റഡ് ആവുന്നു, ആ പാരസൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് അവിടെ ട്രാൻസ്ജനിക് പ്ലാന്റ് കാരണമാണ് ഈ ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവാനായിട്ട് കാരണം. സോ നമ്മളിപ്പോൾ പറഞ്ഞ നെമറ്റോഡ് ഇൻഫെസ്റ്റേഷൻ്റെ അല്ലെങ്കിൽ നെമറ്റോഡ് ഇൻഫെക്റ്റ് ചെയ്ത അതിൻ്റെ ഒരു പിക്ചറാണ്. നമ്മൾ പറഞ്ഞു ടുബാക്കോ പ്ലാന്റ്സിൻ്റെ റൂട്ടിലാണ് ഇത് ആക്ട് ചെയ്യണതെന്ന് പറഞ്ഞു. ഈ നെമറ്റോഡ് മെലോട്ടേക്കിനെ ഇൻകോഗ്നീഷ്യ എന്ന് പറഞ്ഞ നെമറ്റോഡ് ആക്ട് ചെയ്യണത് എവിടെയാണ്? ടുബാക്കോൻ്റെ റൂട്ടിലാണ്, ടുബാക്കോ പ്ലാന്റ്സിൻ്റെ. സോ അതിൽ ഹോസ്റ്റ് പ്ലാന്റ്, നമ്മുടെ ടുബാക്കോ പ്ലാന്റ് നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് RNA വഴി നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ്. സോ ഡബിൾ സ്റ്റാൻഡേർഡ് RNA വന്നാൽ നമ്മൾ എന്താ പറഞ്ഞത്? mRNA സൈലൻസിങ് ത്രൂ RNA ഇൻ്റർഫറൻസ്. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA വഴി എന്താ സംഭവിച്ചത്? ഈ നെമറ്റോഡിൻ്റെ ഇൻഫെസ്റ്റേഷനെ നമ്മൾ ആ ഹോസ്റ്റ് പ്ലാന്റിൽ ഉണ്ടായ ആ ഇൻഫെക്ഷനെ തടയുകയാണ്. സോ ഹോസ്റ്റ് പ്ലാന്റ് ജനറേറ്റഡ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ദാറ്റ് ട്രിഗേഴ്സ് പ്രൊട്ടക്ഷൻ. ഡബിൾ സ്റ്റാൻഡേർഡ് RNA എന്ത് ചെയ്യുന്നു? അത് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആ നെമറ്റോഡ് ഇൻഫെസ്റ്റേഷൻ, അതായത് ഇൻഫെക്ഷൻ. സോ ആദ്യത്തെ പിക്ചറിൽ ഒരു ടിപ്പിക്കൽ ടുബാക്കോൻ്റെ റൂട്ടാണ് കാണിച്ചേക്കുന്നത്. സോ ടിപ്പിക്കൽ ടുബാക്കോൻ്റെ റൂട്ട് ഒരു കൺട്രോൾ പ്ലാന്റ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. സോ പല സ്ഥലത്തും നമ്മളിങ്ങനെ ഏരോ മാർക്ക് നമുക്ക് കാണാം എവിടെയൊക്കെയാണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഫോം ചെയ്ത് ഈ നെമറ്റോഡ് ഇൻഫെക്ഷനിൽ നിന്ന് അതിന് രക്ഷ നേടുന്നത്. സോ ഒരു ടിപ്പിക്കൽ കൺട്രോൾ പ്ലാന്റ് ആണിത്. അതേസമയം ഇത് B എന്ന് പറഞ്ഞത് ഒരു ട്രാൻസ്ജനിക് പ്ലാന്റ് ആണ്. സോ ഇതിൽ നോർമലി ഇൻഫെക്ഷൻ വരുന്ന ഒരു പ്ലാന്റ്, ട്രാൻസ്ജനിക് അല്ലാത്തത്. ഇത് ഒരു ട്രാൻസ്ജനിക് പ്ലാന്റ്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത നെമറ്റോഡ് സ്പെസിഫിക് ജീനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ട്രാൻസ്ജനിക് പ്ലാന്റിൻ്റെ ടുബാക്കോൻ്റെ റൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ട്രാൻസ്ജനിക് പ്ലാന്റിൻ്റെ റൂട്ട്, ടുബാക്കോൻ്റെ റൂട്ട്, അതും ആഫ്റ്റർ 5 days ഓഫ് ഇൻഫെക്ഷൻ ഈ നെമറ്റോഡ് ഇൻഫെക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നെമറ്റോഡ് സ്പെസിഫിക് ജീൻസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 5 ദിവസം കഴിഞ്ഞിട്ടുള്ള ആ റൂട്ടിൻ്റെ പിക്ചറാണ് കൊടുത്തേക്കണേ. സോ ഡെലിബറേറ്റഡ് നമ്മൾ പർപ്പസ്ഫുള്ളി ഈ നെമറ്റോഡ് സ്പെസിഫിക് ജീനുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇൻഫെക്ഷനുള്ള ആ സ്റ്റേജുകൾ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു റൂട്ടിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തേക്കണത്. പക്ഷേ ഈ നെമറ്റോഡിൽ നിന്ന് ഈ ടുബാക്കോൻ്റെ റൂട്ട് പ്രൊട്ടക്റ്റഡ് ആണ്. എങ്ങനെയാണ്? നമ്മൾ കൊടുത്ത ഈ നെമറ്റോഡ് സ്പെസിഫിക് ജീനുകൾ എന്താണ്? 2 ടൈപ്പ്, ആ DNA 2 ടൈപ്പ് RNA പ്രൊഡ്യൂസ് ചെയ്യും. സെൻസ് RNA ആൻറ്റിസെൻസ് RNA പ്രൊഡ്യൂസ് ചെയ്ത് അവർ കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ RNA ഇൻ്റർഫറൻസ് നടന്ന് അവിടുത്തെ mRNA സൈലൻസ് ചെയ്യുന്നു. സോ നെമറ്റോഡ് സ്പെസിഫിക് ജീനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് അതിൽ ഇൻഫെക്ഷൻ വന്നാലും ആ നെമറ്റോഡ് സ്പെസിഫിക് ജീനുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടീൻ പ്രൊഡക്ഷൻ നടക്കില്ല, ബിക്കോസ് അവിടെ സൈലൻസിങ് നടക്കുന്നു. സോ ഇത് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മൾ ഡെലിബറേറ്റ്ലി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ നെമറ്റോഡിൻ്റെ സ്പെസിഫിക് ജീനുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ സ്പെസിഫിക് ജീനുകളുടെ പ്രോട്ടീൻ പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത് ബൈ ക്രിയേറ്റിംഗ്. എങ്ങനെയാണ്? ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആൻഡ് RNA ഇൻ്റർഫറൻസ്. ആ ഡബിൾ സ്റ്റാൻഡേർഡ് RNA mRNAയിൽ പോയി ബൈൻഡ് ചെയ്ത് ആ പെർട്ടിക്കുലർ അതിനുദ്ദേശിച്ച പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നെമറ്റോഡിന് ആ സ്പെസിഫിക് ജീൻ്റെ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ നെമറ്റോഡിന് ഈ ടുബാക്കോൻ്റെ റൂട്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ ഈ ടുബാക്കോൻ്റെ റൂട്ട് എന്തായി? പ്രൊട്ടക്റ്റഡ് ആണ്. ത്രൂ നമ്മൾ കൊടുത്ത നെമറ്റോഡ് സ്പെസിഫിക് ജീൻ കാരണം തന്നെ അത് പ്രൊട്ടക്റ്റഡ് ആണ്. അങ്ങനെ കൊടുത്ത ആ പ്ലാന്റിനെയാണ് നമ്മൾ ട്രാൻസ്ജനിക് പ്ലാന്റ്. സോ ഇത് ട്രാൻസ്ജനിക് പ്ലാന്റ് ആണ്. ടുബാക്കോൻ്റെ ട്രാൻസ്ജനിക് പ്ലാന്റിൻ്റെ റൂട്ടിൻ്റെ പിക്ചറാണ് കൊടുത്തത്. ഇൻഫെക്ഷൻ വന്നിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ അത് പ്രൊട്ടക്റ്റഡായി ഇതിൽ മുഴുവൻ കറക്റ്റായിട്ട് ടുബാക്കോ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതിൽ ഇൻഫെക്ഷൻ ഏൽക്കുകയില്ല.